ചേട്ടന്റെ ഒപ്പം എപ്പോഴും പപ്പ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എവിടെ പോയാലും ഭയങ്കര ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ട് ഒരു ബാക്ക് ബോൺ. എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനെ ഏറ്റവും മനസ്സിലാക്കിയിരിക്കുന്നതും പപ്പ തന്നെയാണ്. അവര് കണ്ടെടുത്തതും അവരുണ്ടാക്കിയെടുത്തതും ഒക്കെയാണല്ലോ. അതെ അതെ. അവരായിരിക്കും കൂടുതൽ മനസ്സിലാക്കുന്നത്. എപ്പോഴും പപ്പയുടെ ഒരു പ്രസൻസ് എങ്ങനെയാ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നത് എങ്ങനെയാ ഷൈൻ ചേട്ടൻ? പപ്പയും അമ്മയും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാറില്ലെങ്കിലും അതിന്റെ അമ്മയുടെയും ബാക്ക് ബോൺ പപ്പയാണെന്നുള്ളത് പപ്പ പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും പപ്പ എന്താണ് ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് ഇത്രയും ചെയ്യുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും, കാരണം എല്ലാ ചെറുപ്പം മുതലേ തന്നെ ഡാൻസിനാണെങ്കിലും പാട്ടിന ഈ പറയുന്ന മോണക്കിനാണെങ്കിലും അല്ലെങ്കിൽ കഥാപ്രസംഗത്തിനാണെങ്കിലും എല്ലാ കലാപരമായിട്ടുള്ള പരിപാടികൾക്കാണെങ്കിലും എന്നെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് മമ്മി അല്ലെങ്കിൽ മമ്മിയുടെ സൈഡാണെങ്കിലും, ഇതിനെല്ലാം മമ്മിക്ക് സപ്പോർട്ടായിട്ട് നിന്നതും നമ്മളൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതും ഇതിനെല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡാഡി ആണെന്നുള്ളത് നമുക്ക് ഡാഡി മിസ്സായി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്.